ഇന്ന് നമ്മൾ നോക്കുന്നത് ആൽമണ്ട് ഗ്ലോബൽ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. ഇത് ഫ്യൂച്ചറിൽ അത്യാവശ്യം നല്ല രീതിയിലൊരു മൂവ്മെന്റ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്ക് തന്നെയാണ് ഈ ആൽമണ്ട് ഗ്ലോബൽ സെക്യൂരിറ്റീസ്. അതിന്റെ കുറച്ച് കാരണങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് അത് ചേർത്ത് പറയുന്നുണ്ട്. സോ ഇത് ആൽമണ്ട് ഗ്ലോബൽ സെക്യൂരിറ്റീസിന്റെ ഫണ്ടമെന്റൽ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് റീസെന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 2023 അവരൊരു ജോയിന്റ് വെഞ്ചർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു എഥനോൾ മേക്ക് ചെയ്യുന്ന പ്ലാന്റ്. ഇപ്പൊ നമുക്ക് അറിയാലോ, ഇപ്പം ഇഥനോളിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഈ നമ്മുടെ ക്രൂഡ് മാർക്കറ്റിൽ, അതുപോലെ തന്നെ പെട്രോളിലെ മിക്സിങ്ങിലൊക്കെ വരുമ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതോടൊപ്പം തന്നെ അതിന്റെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്താലും അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ നമുക്ക് അതിന്റെ ഒരു റിസൾട്ടുകളും കാര്യങ്ങളും കാണാനും പറ്റുന്നുണ്ട്. ഓക്കെ, സോ അതിന്റെ P&L, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇതൊരു ലോങ് ടൈമിലേക്കാണ് നമ്മൾ പറയുന്നത്. ഷോർട്ട് ടൈം എന്നുള്ളൊരു ലോങ് ടൈം ഒരു ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള രീതിയിലാണ് നമ്മളിത് കണക്ക് കൂട്ടുന്നതും അതിന്റെ ഒരു ചാർട്ടുകളും ഫണ്ടമെന്റലും എല്ലാം പറയുന്നത്. ബിക്കോസ് അതിന്റെ സ്റ്റോക്ക് പ്രൈസും ആക്ച്വലി കറന്റ് ആ ഒരു ഏറ്റവും താഴ്ന്ന റേറ്റിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഏകദേശം 17-13 ആ ഒരു റേഞ്ചിലാണ്. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് ഒരു പെനി സ്റ്റോക്ക് ആണെങ്കിൽ പോലും അതിനൊരു പൊട്ടൻഷ്യൽ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. പൊട്ടൻഷ്യൽ കാണുക എന്ന് പറഞ്ഞാൽ അതിന്റെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ അത്യാവശ്യം കൂടി തന്നെയാണ്, അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് പോകുന്നത്. സോ അതുപോലെ തന്നെ ഇവിടെ ക്യാപിറ്റൽ, ടോട്ടൽ അസറ്റിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ബാലൻസ് ഷീറ്റിൽ നോക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റും കൃത്യമായിട്ട് അത് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് അവർ എക്സ്പാൻഷൻസ് നടത്തുന്നുണ്ട്, അവരുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ക്വാർട്ടർ വൈസ് ഉള്ള റിസൾട്ട് നോക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു ചെറിയ കൺസിസ്റ്റൻസി ഉണ്ട്. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില ക്വാർട്ടേഴ്സിൽ താഴെയാണെങ്കിൽ അടുത്ത ക്വാർട്ടറിൽ അത് മുകളിൽ കയറുന്നുണ്ട്. അപ്പോൾ അതൊരു ഗ്രോയിങ് കമ്പനിയെ സംബന്ധിച്ചിട്ട് അതൊന്നും ഒരു ഇഷ്യൂ അല്ല. സോ ടോട്ടലി നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് അവർ ഇയർ ഓൺ ഇയർ ബെറ്റർ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ടോട്ടൽ അസറ്റ് കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അല്ലാതെ പൊട്ടൻഷ്യൽ ROC ആൻഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നോക്കി കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ബെറ്റർ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതില് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറെ കാരണങ്ങൾ ഉണ്ട്. അതിൽ രണ്ടെണ്ണമാണ് ഈ പറഞ്ഞത്. അതിന് ഉപരി അവരുടെ ഈ പറഞ്ഞിരിക്കുന്ന എഥനോളിന്റെ ഒരു പ്ലാന്റുമായിട്ടുള്ള ടൈപ്പും കാര്യങ്ങളൊക്കെ 2023 വന്നിട്ടുണ്ട്. പക്ഷേ ഇഥനോളിന്റെ ഒരു ഹെവി ആയിട്ടുള്ള യൂസേജും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഈ ഒരു സമയത്താണ്. അപ്പൊ അതിന്റെ ഒരു പൊട്ടൻഷ്യൽ ഗ്രാജുവലി ഇതിന് ഉണ്ടാവും. ഇനിയിപ്പോ നമ്മൾ ഇതിന്റെ ചാർട്ടിലേക്ക് പോകാൻ, നമുക്ക് ചാർട്ട് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു 11 എന്ന് പറയുന്ന ഒരു ലെവലുണ്ട്. 11 രൂപ എന്ന് പറയുന്ന ലെവലിൽ വന്നിട്ട് അത് റിജക്ട് ചെയ്ത് ബൈ ചെയ്ത് മുകളിലേക്ക് പോയിരിക്കുകയാണ്. സോ ഇത് ഈ രണ്ട് റേഞ്ചുകൾ, ഈ ഒരു 17-11 റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ലോങ് ടൈമിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ ഒരു ചാർട്ട് ഇതേ 11 വന്ന് റീടെസ്റ്റ് ചെയ്തപ്പോഴല്ല, ഇതിൽ ഒരു വട്ടം മുന്നേ വന്ന് അവിടെ നിന്ന് 11 നിന്ന് ബയേഴ്സിന്റെ പ്രഷർ കൂടി നല്ല രീതിയിൽ അത് മൊമെന്റം കിട്ടിയതാണ്. ഓക്കെ, 2023-24 സമയത്ത്, 23 സമയത്ത്. സോ അപ്പോൾ ഈ ഒരു ലെവലിൽ തന്നെയാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് ആ 2023 ആ ഒരു പൊട്ടൻഷ്യൽ തന്നെയാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും അതേ ഒരു സിനേരിയയിൽ ഇവിടുന്ന് ബൈയിങ് പ്രഷർ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബൈയിങ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഐ മീൻ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനൊരു പൊട്ടൻഷ്യൽ ഗ്രാജുവലി അത് നല്ല രീതിയിൽ മുകളിലേക്ക് പോകും. സോ ഇതിപ്പം ഒരു കൺസോൾട്ടേഷൻ ആണ്. അതായത് ഇവിടുന്ന് റിജക്ഷൻ എടുത്ത് മുകളിലേക്ക് പോയി തിരിച്ചിറങ്ങി വന്ന ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ സോൺ ആണ് ഈ കാണുന്നത്. ഈ ഒരു കൺസോൾട്ടേഷൻ സോണിന് ശേഷം തീർച്ചയായിട്ടും കാണാൻ പറ്റും നല്ലൊരു കൺസോൾട്ടേഷൻ സോണാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ ഹയർ ഹൈ ആണ് ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ താഴേക്ക് വന്ന്, ഓക്കെ, ഹയർ ഹൈ അല്ല, താഴേക്ക് വന്നു ഈ ഒരു കൺസോൾട്ടേഷൻ ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ കൺസോൾട്ടേഷന് ശേഷം ഇതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു മൂവ്മെന്റ് 15 രൂപയ്ക്ക് എബോ ആണ് നിൽക്കുന്നത്. എബോ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് അപ് ട്രെൻഡ് തീർച്ചയായിട്ടും കിട്ടും. ഇപ്പൊ നിലവിൽ ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ സപ്പോർട്ടാണ്. ഇവിടെ ഒന്ന് റീടെസ്റ്റ് എടുത്താൽ പോലും താഴേക്ക് പോകത്തില്ല, അത് മുകളിലേക്ക് പോകത്തുള്ളൂ. റീടെസ്റ്റ് എടുക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. ഈ ഒരു ലെവലിൽ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് പോകത്തുള്ളൂ. ഈ ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും അത് അപ് ട്രെൻഡ് തന്നെയാണെന്നുള്ളത്. ഈ ലെവല് ബ്രേക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഈ 15-ന് എബോ സസ്റ്റെയിൻ ചെയ്താൽ മതി. കാര്യം ഈ കൺസോൾട്ടേഷൻ സോണിന് എബോ നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഈ 15 വരെ, 15-നും ഈ ഒരു റേഞ്ച് 15-നും 13-നും ഇടയിൽ എന്ന് പറയുന്നത് ഒരു സൂപ്പർ കൺസോൾട്ടേഷൻ, അല്ലെങ്കിൽ ഒരു കൂടുതൽ ബയേഴ്സും പ്രഷേഴ്സും ഒക്കെ
പിടിവലി നടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു സൈഡിലേക്ക് ഏത് സൈഡിലേക്കാണ് മൂവ്മെന്റ് കിട്ടുക എന്നുള്ളത് നോക്കണം. അപ്പ് സൈഡിലേക്ക് സാധ്യത കൂടുതൽ, ഇത്രയും കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ അതിന് ശേഷം ഒരു അപ്പ് സൈഡാണ് തീർച്ചയായിട്ടും വരിക. അപ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് നമുക്ക് വാങ്ങിയെടുക്കാവുന്നതാണ്. ഐ മീൻ ബൈ ചെയ്ത് ഒരു SIP മോഡിൽ, അതായത് ബൾക്ക് ഇക്വിറ്റി ഇൻവെസ്റ്റിംഗ് അല്ല, ഒരു SIP മോഡിൽ വാങ്ങാൻ പറ്റും. ഈ ലെവലിൽ എന്താണ് ആക്ഷൻ ആകുക നോക്കുക. ഈ ലെവലിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഈ ലെവലിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഈ ലെവലിൽ ആക്ഷൻ നോക്കുക, അവിടുന്ന് കൂടുതൽ ബൈ ചെയ്ത് ആവറേജ് ചെയ്ത് മുകളിലേക്ക് എടുക്കാൻ പറ്റും. മനസ്സിലായി? അത് ഒരു സിംഗിൾ ടൈമിൽ ലംസമായിട്ട് ഇടുക എന്നുള്ളതല്ല. ഒരു 1000 ക്വാണ്ടിറ്റി ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളൊരു 100 ക്വാണ്ടിറ്റീസ് ഫസ്റ്റ് ടൈം വാങ്ങാൻ പറ്റും. ഈ റേഞ്ചിൽ എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ നടക്കുന്നത് നോക്കിയതിന് ശേഷം. ഇവിടുന്ന് അപ്സൈഡ് ആണെങ്കിൽ ഗ്രാജുവലി ഇത് അപ്സൈഡ് തന്നെ പോകും. ഇവിടുന്ന് ഗ്രാജുവലി അപ്സൈഡ് വരാനാണ് സാധ്യത കൂടുതൽ വരുന്നത്. നമുക്ക് ഈ ഒരു ലൈൻ നിങ്ങൾ നോക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റും. കണ്ടോ? ഇതൊരു ഹയർ ഹൈ ഇവിടെ ഫോം ചെയ്തിരിക്കുകയാണ്. ഇവിടുന്ന് ലോവർ റിവേഴ്സ് ചെയ്തതിന് ശേഷം ഒരു ഹയർ ഹൈ ഫോം ചെയ്തിരിക്കുകയാണ്. ഈ ഹയർ ഹൈ ശേഷം ഇത് ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ചെയ്ത് ഗ്രാജുവലി ഇത് മുകളിലേക്ക് തന്നെ പോകും. അപ്പോൾ വാങ്ങുന്നവർക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു എന്താ പറയുക, ലംസം അല്ലാതെ ആവറേജ് ചെയ്ത് കുറച്ച് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ലോങ് ടൈമിലേക്ക് നല്ലൊരു വെൽത്ത് ക്രിയേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അതായത് ഒരു ഹൈ എന്നൊക്കെ പറഞ്ഞാൽ 37 എന്താണ് ഹൈ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 37 ഓർ സംതിങ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് നല്ലൊരു പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കാണ്. ഇത് അത്യാവശ്യം കയറി വരുന്ന സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക്കലി ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഇപ്പോൾ റിജക്ഷൻ എടുത്തിരിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് നേരത്തെ റിജക്ഷൻ എടുത്ത ഒരു ലെവൽ തന്നെയാണ്. അവിടെ നല്ലൊരു പൊട്ടൻഷ്യൽ പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ പോകാനുള്ള നമ്മുടെ നിഫ്റ്റി അല്ലെങ്കിൽ ഗ്ലോബൽ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള അതിൻ്റെ ഒരു പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ വെച്ചിട്ട് ഇത് ഗ്രാജുവലി ഈ പറഞ്ഞ ലെവൽസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ ട്രെൻഡിനനുസരിച്ചിട്ട് മുകളിലേക്ക് പോകും.